പാവങ്ങളെ നന്നായി നമ്മൾ സ്നേഹിക്കണം. പാവങ്ങളെ മഹബത്ത് വെക്കുന്നത്, പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെടൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാ. കാരണം തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ. മൂപ്പരടുത്ത് നിന്ന് എന്താ കിട്ടേണ്ടത്? മൂപ്പരടുത്ത് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നല്ലൊരു ഫോൺ തന്നെ ഇല്ല. പച്ച സാധു അയാളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് ഈമാനുള്ളവർക്കും കിബർ ഇല്ലാത്തവർക്കും മാത്രമേ കഴിയൂ. കാരണം അയാൾക്ക് അധികാരമില്ല, അയാൾക്ക് സ്ഥാനമാനങ്ങളില്ല, അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല, അയാൾക്ക് പണമില്ല, അയാൾക്ക് ഭൗതികമായി നമ്മെ സന്തോഷിപ്പിക്കാൻ ഒന്നുമില്ല. അതൊരു പച്ച സാധു പള്ളിയിൽ നമസ്കാരത്തിന് കണ്ടിന് ആ തുണിയും ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഒരു സാധു. കുടുക്ക് 2 പൊട്ടിയിട്ടുണ്ട്, 4 പല്ല് പൊട്ടിയിട്ടുണ്ട്. എങ്ങനെയാ തുണി കൊടുത്തത് നമുക്ക് തന്നെ തിരിയണില്ല. ആ മനുഷ്യരെ വിളിച്ചിട്ട് ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണമെങ്കിൽ കിബറില്ലാതിരിക്കണം. വലിയ വലിയ നേതാക്കൾക്കും ഫേമസ് ആയ മനുഷ്യനും സെലിബ്രേറ്റഡ് ആയ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും സ്വീകരിക്കാനും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ അത് നമുക്ക് എല്ലാവർക്കും കഴിയും. അതൊന്നുമില്ല കാര്യം. പാവങ്ങളെ മഹബത്ത് വെക്കാൻ കിബറില്ലാത്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് അവർക്ക് മാത്രമേ കഴിയൂ. ഈസാ നബി അലൈഹിസ്സലാം പാവങ്ങളുടെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ട് പറയും, മിസ്കീനുൻ മഅൽ മസാകീൻ, പാവങ്ങളുടെ ഇടയിൽ ഒരു പാവം എന്ന് പറയും. അലി റളിയല്ലാഹു അൻഹു പാവപ്പെട്ട ആര് വിളിച്ചാലും അങ്ങോട്ടേക്ക് പോകും. കാരണം ആ വീട്ടിൽ കാര്യമായിട്ട് തിന്നാനൊന്നും ഉണ്ടാവില്ല, എന്ത് ഷവർമ ഉണ്ടാകാനൊന്നും ഉണ്ടാവില്ലല്ലോ, ഒന്നും ഉണ്ടാവില്ല. എന്നാലും അവരെ വിളിച്ചതിന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉള്ളത് കഴിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ഈ പാവങ്ങളായ വീട്ടുകാരോട് പറയത്രേ, എൻ്റെ വീട്ടിൽ നാളെ ഒരു സദ്യ ഒരുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരണം. അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ എന്തുണ്ടാവാനാ? ഉള്ളത് വെച്ച് അവരെ സൽക്കരിക്കും. പാവങ്ങളെ മഹബത്ത് വെക്കുന്നത് വലിയ ഇബാദത്താണ്. വലിയ ഇബാദത്തല്ലെങ്കിൽ എങ്ങനെ? പാവങ്ങളെ ഇഷ്ടം വെക്കുന്നത് വലിയ ഇബാദത്തല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായിട്ട് അള്ളാഹിനോട് ചോദിക്കും. അത് റസൂലുള്ള കാര്യമായിട്ട് അള്ളാഹിനോട് ചോദിച്ച ഒരു കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, നന്മ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് തരണേ അല്ലാഹ്, വതർക്കൽ മുൻകറാത്ത്, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, വഹുബ്ബൽ മസാകീൻ, പാവങ്ങളോട് മഹബത്ത് എന്റെ ഹൃദയത്തിൽ നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഏറ്റവും ടോപ്പ് അടിമ, ഏറ്റവും ടോപ്പായ മുത്തുനബി തങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ആ കാര്യം എന്താ? വഹുബ്ബൽ മസാകീൻ, പാവങ്ങളോട് മഹബത്തിന്റെ ഖൽബിൽ നൽകണേ അല്ലാഹ്. പാവങ്ങളോടുള്ള മഹബത്ത് ഒരാൾക്ക് ഖൽബിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനുണ്ട്. അത് ഈമാനുണ്ട് എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ്. അത് നമ്മുടെ ആലോചനയിൽ ഉണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.